ഇതിപ്പോൾ കൊടക്കാട് എൻ്റെ പെരേന്ന് ഇപ്പോൾ കൊടക്കാടേക്ക് പോകാൻ നിൽക്കുക. കൊടക്കാടേക്കല്ല, മണ്ണാർക്കാടേക്ക് പോകണം. അത് കഴിഞ്ഞ് മഞ്ചേരിക്കൊന്ന് പോകണം. അപ്പം നോക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ്. നിങ്ങൾക്കിത് കാണുന്നുണ്ട്. അതായത് റോഡ് ഊണ് കിടക്കുക, മരം ഒരു കൊമ്പാണ് അത്. 3 ലൈൻമ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഷോക്കുണ്ടോ, എർത്തുണ്ടോ, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ആ ആ കൊമ്പുമ്മ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല. എന്തോ അള്ളാഹു ആയാലോ, ഇതാരും ഇതുവരെ കണ്ടില്ലാണാവോ അല്ലേ. ഇനിയിപ്പോൾ അതിനെ പോകണം, ഭീമനാട് വഴി പോകണം. എന്താ ചെയ്യണം? ഇതിപ്പോൾ ആരും കണ്ടില്ലാണാവോ. ഇത്രയും നേരമായിട്ട് ഇതിനെ ഒരാൾ പാസ് ചെയ്തില്ല, ഒരു വണ്ടിക്കാരും പാസ് ചെയ്തില്ലാണാവോ. എന്താ അവസ്ഥ? ബാക്ക് എടുത്ത് പോണം ഇനി. KCB നമ്പർ എൻ്റെ അടുത്തില്ല. ഇനിയിപ്പോൾ ആരത്തേങ്ങനെ പറയണം. ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റുകയെന്നുള്ളൊരു കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടേ പെരയുടെ മേലുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ. ഇതിലിട്ട് ഒടിച്ചിട്ട് വേണം ഇനി ഭീമനാട് വഴി പോകണം. അല്ല അപ്പം എന്ത് ചെയ്യണം? അതിനെ ആരെങ്കിലും പാസ് ചെയ്യണമെങ്കിൽ അത് കറണ്ട് അതിലുണ്ടോയെന്നും അറിയില്ല. ആരത്തെങ്കിലും ഒന്ന് പറയായിരുന്നു. ഒരാളെ കിട്ടണ്ടേ. എനിക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും വയ്ക്കൂല. ഇപ്പൊ ഭീമനാട് വഴി പോണം. എന്താ ചെയ്യണം? കുറച്ച് പെരേക്കുള്ള സെക്യൂരിറ്റിക്കാരനാട്ടോ ഈ കിടക്കണത്. ഒരാളുണ്ട് വിടൂല. ഈ ഞങ്ങളെ 3-4 പെരേക്ക് ആരെങ്കിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ വേറെ നായ്ക്കൾ വന്നാലും ശരി. ഇതുണ്ട്, ഇതിങ്ങനെ അതുവരെ കുറേ ദൂരം വരെ വരും. നിങ്ങൾ ആരെങ്കിലും മുന്നിൽ കണ്ടാൽ കുറച്ച് പോലെ നേരക്ക് ചെല്ലും. ആൾക്കാർ ആരൊക്കെ കാണാക്കോള് കൂട്ടിക്കണം. അതിൻ്റെ ഒരു കാല് ബാക്കത്തെ ഒരു കാലം ഉണ്ടോ നല്ല കിട്ടൽ കിട്ടിക്കണം. ഇടക്കിടക്ക് ഉണ്ടാവുമേ നല്ല ആരൊക്കെ എറിഞ്ഞ് ഇതാക്കലുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടോ, ഇനി ബാക്കിൽ വരും കേട്ടോ. ബാക്കിൽ പിന്നാലുണ്ടാവും. പക്ഷെ എന്താണ് ക്യാമറ വെച്ചത് അവിടെ
ആ കാറിൻ്റെ ഫ്രണ്ട് വശം ഫുള്ള് കാണുന്നുണ്ടല്ലേ. ക്യാമറ അടിയിൽ ആയി കഴിഞ്ഞാൽ മൊബൈൽ ചോട്ടിക്ക് വെക്കുകയും ചെയ്യും. അത് കാരണമാണ് ഇപ്പം അങ്ങനെ വെച്ചിട്ടുള്ളത്. എൻ്റെ പെരയിൽ നിന്ന് മറ്റേ കൊടക്കാട് ഇതുവഴി പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് പോകുന്നത്. അതിനിപ്പോൾ KCB അറിയിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അത് ആരെങ്കിലും ഇനിയിപ്പോൾ അതിൽ കറണ്ട് ഉണ്ടോയെന്നും അറിയില്ലല്ലോ. എന്താ ചെയ്യണം, ഒരാളും വരുന്നതും കാണാനില്ല. ഒത്തിരി നേരമായിട്ടെന്നാലും അവിടെ വണ്ടിക്കാർ പോയി, ഒരു വണ്ടിക്കാരും പോയിട്ടില്ല. അതാപ്പം എനിക്ക് പറയാനുള്ളത്. വണ്ടിക്കാർ പോയിട്ടുണ്ടാവും. ആരെങ്കിലും ആൾക്കാർ പോകണതാണ്. അയാളിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള അയാളെ ഞങ്ങളെ അടുത്തുള്ള ബാലവാടി കേട്ടോ. ഈ മിറർ നല്ല ഇങ്ങനത്തെ വളവുകളിൽ കൂടെ ഇങ്ങനത്തെ ഒരു മിറർ വെക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ അവിടെ നിന്നുണ്ട്. ഈ നേരെ അതാ ആ ട്രാൻസ്ഫോമറിൻ്റെ ആ പോസ്റ്റുകളുണ്ടോ, അതിലും ഉണ്ടായിരുന്നൊരു മിറർ. പക്ഷെ അത് ആരൊക്കെ തച്ച് പൊട്ടിച്ച് കേടെത്തിക്കുന്നു. അങ്ങനത്തെ ഒന്നുണ്ടത് നല്ലതാണ്. വണ്ടികൾ അവിടെ നിന്നും വരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഭീമനാട് റോഡിലേക്ക് കടന്നു കേട്ടോ. ഭീമനാട് 55 റോഡാട്ടോ ഇതുള്ളത്. നമ്മളെ എൻ്റെ പെരയിൽ നിന്ന് നേരെ കൊടക്കാട് വഴി കയറേണ്ടതാണ്. ഭീമനാട് 55 വഴി, ഇത് ഭീമനാട് 55 വഴിയുള്ള റോഡാണ്. അപ്പോൾ ഞാൻ മണ്ണാർക്കാട് പോകണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും മഞ്ചേരിക്ക് അതുവഴി പോകാം. ഭീമനാട് മേലാറ്റൂർ വഴി പോവാം. പക്ഷെ അത് ഭയങ്കര ഭയങ്കര കട്ടറ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അത് കാരണം നല്ല കട്ടറാണത്. നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ക്യാമറ ഒന്നും കൂടി ശരിയാക്കട്ടെ കേട്ടോ. എൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു കുറച്ച് വലുതായിക്കണം കേട്ടോ. ആ കാറിൻ്റെ ഫ്രണ്ടിലത്തെ ക്യാമറയുടെ ബാക്കിൽ ക്യാമറ വെക്കണ പോടുണ്ടല്ലോ, ആ പാഡിൻ്റെ അവിടുത്തെ മാറ്റാൻ പറ്റില്ല. കാരണം അത് ക്യാമറ ഒന്നും കൂടി ഇങ്ങനെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നേരെ പിന്നെ വെക്കും. കാരണം ചെറിയൊരു സപ്പോർട്ടുമേ നിർത്തിയിട്ടുള്ളത് ക്യാമറ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്നുകൂടി ആ ക്യാമറ ശരിയാക്കാൻ കേട്ടോ. അതിനിവിടെ താഴത്ത് ഇത് 55ക്ക് കണക്റ്റ് ആവണ റോഡിൻ്റെ സീനായിട്ടൊക്കെ ഉള്ളത് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? നല്ല വ്യൂ അല്ലേ? അടിപൊളി അല്ലേ? അത് ഞാനിപ്പോൾ ഇന്നലെ ഞാൻ മൊബൈലിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് എടുക്കാൻ
നല്ല വ്യൂ അല്ലേ? ഇതിവിടെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ഭീമനാട്ടിക്ക് കണക്റ്റ് ആവില്ല കേട്ടോ. ശരിയാ. കാരണം അവിടെ ഈ മഴ മിഞ്ഞാന്നത്തെ മഴ പെയ്ത സമയത്തേ കനാലിൻ്റെ ഓവുപാലത്തിൻ്റെ അവിടെ സൈഡ് ഫുള്ള് ഇടിഞ്ഞു പോയിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ അത് വെച്ചിട്ടുണ്ടോ റോഡ്. ഇപ്പോൾ എന്താണ് റോഡ് പണി നടക്കുന്ന തിരിഞ്ഞ് ആയതുകൊണ്ട് വായിച്ചാൻ പറ്റുന്നില്ല. ഇതിനിപ്പോൾ കിടക്കാൻ പോണത് നമ്മൾ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോട്ടിക്കാട്ടോ. ഇതിലേക്കാണ് നമ്മൾ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോട്ടിക്കാട്ടോ ഇപ്പോൾ കടന്നിട്ടുള്ളത്. നമ്മൾ പോകാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ റോഡാണിത്. അപ്പോൾ പെരിന്തൽമണ്ണെന്ന് അങ്ങനെ മഞ്ചേരിക്ക് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്.